ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +1 പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്നുള്ള പാഠത്തിൽ ഏറ്റവും ഷുവറായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിർബന്ധമായിട്ടും നോക്കി പോകേണ്ട ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരും. ഒരു 5 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ആണ്. ഓരോ ചാപ്റ്ററിൻ്റെ 20 പാഠങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോവേണ്ട പാഠഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. നമുക്കറിയാം 1946-ലാണ് ഇന്ത്യൻ ഭരണഘടന എഴുതാൻ ആരംഭിച്ചത്. 1949 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഭരണഘടന നവംബർ 26-ന് എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. നവംബർ 26-ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. 1949 നവംബർ 26-ന്. 1946 ഡിസംബർ 9-നാണ് നമ്മൾ എഴുതി തുടങ്ങിയത്. ഡിസംബർ 9-ന് എഴുതി തുടങ്ങി 49 നവംബർ 26-ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ ഈ നവംബർ 26 സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഭരണഘടനാ ദിവസമായിട്ട് അറിയപ്പെടുന്നത് എല്ലാ വർഷവും നവംബർ 26 ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇതാണ് ഇതിൽ ചോദിച്ചിട്ട് ഭരണഘടന 49 നവംബർ 26-ന് എഴുതി പൂർത്തിയാക്കിയെങ്കിലും ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 1950 ജനുവരി 26-ആണ്. അതാണ് നമ്മുടെ റിപ്പബ്ലിക്. ദെൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കറാണ്. ദെൻ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ തലവന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഈ വാസ് ദ ഫസ്റ്റ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ദെൻ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പാഠത്തിൻ്റെ ഏറ്റവും ഹെഡ്, അതായത് ഹൃദയഭാഗം എന്നറിയപ്പെടുന്നത് ഇതാണ് അല്ലേ? ഈ ഭരണഘടനയുടെ 5 ധർമ്മങ്ങൾ. ഇതൊരു 6 മാർക്കിന് ചോദിക്കും, അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കും. 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ 5 ധർമ്മങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. അപ്പോൾ ആ 5 ഏതൊക്കെയാണ്? വെറും ഒരു 3 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഏതെല്ലാം അല്ലെങ്കിൽ എന്തെല്ലാം എന്ന് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്കിനൊക്കെ ആണെങ്കിൽ ഈ പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. 1, ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. തീരുമാനം എടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഒരു ഭരണഘടനയുണ്ട്. അതുപോലെ തന്നെ ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ദെൻ 6 മാർക്കിനുള്ളതാണെങ്കിൽ ഭരണഘടന എങ്ങനെയാണ് ഏകോപനം ഉറപ്പും നൽകുന്നത്, തീരുമാനം എടുക്കാനുള്ള അധികാരം ഭരണഘടനയിൽ എങ്ങനെയാണ് പറയുന്നത്, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം. പിന്നീട് നോക്കേണ്ടതായിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന മറ്റുള്ള ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളുണ്ടാകും. ഇത് മാച്ച് ദ ഫോളോയിങ്സ്, ഇതെന്തായാലും വരുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് പാർലമെൻ്ററി ഭരണ സംവിധാനം, നിയമവാഴ്ച, സ്പീക്കറിൻ്റെ പദവി, അതുപോലെ തന്നെ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, ഭരണഘടനയുടെ ആമുഖം. ഓക്കെ, പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കോഷി ഫെഡറൽ അഥവാ അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം. ദെൻ അവശിഷ്ട അധികാരങ്ങൾ. ദെൻ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് DPSP എന്ന് പറയുന്ന രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ. ഫ്രഞ്ച് നിന്നാണ് സ്വാതന്ത്ര്യം, സമത്വം, ലിബർട്ടി, ഈക്വാലിറ്റി, ഫെർട്ടേണിറ്റി, അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്നുള്ളൊരു. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ധർമ്മങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് മറ്റുള്ള ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരും. ഓക്കെ, താങ്ക് യു.